കൊറോണ വ്യാപനം കുറഞ്ഞതിനെ തുടർന്ന് വിലക്കുകൾ നീക്കിയിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. മാസങ്ങളായി അടഞ്ഞുകിടന്ന ആകാശവാതിലുകൾ തുറക്കുമ്പോഴും സൗദി അറേബ്യയെ ഉറ്റുനോക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇളവുകൾക്ക് പിന്നിലും ഇന്ത്യ റെഡ് ലിസ്റ്റിൽ തന്നെയാണ്. ഒന്നും തന്നെ തുടങ്ങിയിട്ടുമില്ല. എന്നാൽ പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകി മറ്റൊരു ഗൾഫ് രാഷ്ട്രം രംഗത്തെത്തിയിരിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAE ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ വിലക്ക് നീക്കിയതിന് പിന്നാലെ സൗദി അറേബ്യയിൽ നിന്നും UAEയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. യാത്രക്കാർക്ക് തങ്ങളുടെ വെബ്സൈറ്റ് വഴി ടിക്കറ്റുകൾ നേടാമെന്ന് സൗദി എയർലൈൻസ് അറിയിച്ചിരുന്നു. ഇതോടെ UAE വഴി എത്തുന്ന യാത്രക്കാർക്കും സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. വിസിറ്റ്, ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചാൽ തന്നെ നിരവധി യാത്രക്കാരാണ് ഈ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നത്. UAEയിൽ നിന്ന് നേരിട്ട് ബുക്ക് ചെയ്താൽ യാത്രക്കാർക്ക് യാത്രാ ചെലവ് കുത്തനെ കുറയ്ക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്നാണ് ദുബായിലേക്ക് പ്രതിദിന സർവീസ് പുനരാരംഭിച്ചത്. സൗദി എയർലൈൻസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാർക്ക് വെബ്സൈറ്റ് വഴി ബുക്കിംഗ് തുടങ്ങാമെന്നും എയർലൈൻസ് അറിയിച്ചു. അതോടൊപ്പം തന്നെ ജൂലൈയിൽ നിർത്തിവെച്ചതിന് ശേഷം ഇതാദ്യമായാണ് ദുബായിലേക്ക് സൗദി എയർലൈൻസിന്റെ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. UAE, അർജന്റീന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിലേക്കുള്ള പ്രവേശന വിലക്ക് കഴിഞ്ഞ ദിവസമാണ് നീക്കിയത്. സൗദി പൗരന്മാർക്ക് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്കും ആഭ്യന്തര മന്ത്രാലയം പിൻവലിക്കുകയുണ്ടായി. ഇതോടെ ഈ രാജ്യങ്ങളിൽ നിന്നും അനായാസം സൗദിയിലേക്ക് കടക്കാൻ സാധിക്കും. ഇതിനായി സൗദി അംഗീകരിച്ച വാക്സിനും PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും മുഖ്യം രജിസ്ട്രേഷനും പൂർത്തിയാക്കിയാൽ മതിയാകും. ഇതുള്ളവർക്ക് സൗദിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ല. ഇന്ത്യ അടക്കം ഇപ്പോഴും പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ 14 ദിവസത്തിനിടെ യാത്ര ചെയ്തവർക്ക് ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷമേ സൗദിയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ആയതിനാൽ തന്നെ ഇന്ത്യൻ പ്രവാസികൾക്ക് UAEയിലെത്തി 14 ദിവസം പൂർത്തിയാക്കി സൗദിയിലേക്ക് കടക്കാവുന്നതാണ്. നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ സൗദി പ്രവാസികൾക്ക് യാത്രാ ചെലവും കുറയ്ക്കാൻ സാധിക്കും. ഹോട്ടൽ ക്വാറന്റൈൻ UAEയിൽ നിർബന്ധമല്ലാത്തതിനാൽ തന്നെ താൽക്കാലിക താമസം ലഭിച്ചാൽ കുറഞ്ഞ നിരക്കിൽ സൗദിയിലെത്താം. നിലവിൽ സൗദിയിൽ നിന്നും 2 ഡോസ് സ്വീകരിച്ച് നാട്ടിൽ പോയ പ്രവാസികൾക്ക് മാത്രമാണ് സൗദിയിലേക്ക് നേരിട്ട് മടങ്ങാൻ അനുമതി നൽകിയിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.